ഉണ്ടായിരുന്നത്. മാഷാ അല്ലാഹ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കാണാൻ. എല്ലാവരും സിംഗിളായിട്ട് ഓരോ പോസിട്ട് വീഡിയോ എടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ പുറകിൽ ഈ നിന്ന് കോപ്രായം കാട്ടുന്ന ആളില്ലേ, അതാണ് കേട്ടോ ഫാത്തിമ അൻവർ എന്നാണ് പേര്. പ്രത്യേകം പറയാനും വീഡിയോ എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ആയാലും ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പേഴ്സണാണ്. എല്ലാവരും ഫേവറേറ്റ് പേഴ്സണാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരാളെന്നില്ല, എല്ലാവരും നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്കിടയിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട് അങ്ങനെയുള്ള ഒരു ചിന്തയേ ഇല്ല കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ 16-17 വയസ്സുകളിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അത്രയും എൻജോയ്മെൻറ്റാണ്, അത്രയും സൂപ്പറാണ് ഓരോരുത്തരും. അങ്ങനെ പ്രത്യേകം എടുത്ത് പറയാനില്ല, എല്ലാവരും ഒന്നിലൊന്ന് ബെറ്ററാണ്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ കോപ്രായങ്ങളൊക്കെ അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിയാത്തവരും ഉണ്ട് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പണികൾ നടക്കുന്നിടത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ. ഞങ്ങൾ മാത്രമാണ് കള്ളന്മാരെ പോലെ നടന്നിരുന്നത്. സാറ് അഞ്ജുവിനെ 2 ശ്രീഷ്മയുണ്ട് കേട്ടോ. അഞ്ജുവിനെ ശ്രീഷ്മകളെയും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് സാറ് കണ്ടത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആളെ മുഖത്തുണ്ട്. സാറ് ശരിക്കും ഞങ്ങളെ കൂട്ടത്തിൽ നടക്കുമ്പോൾ ഇവരാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റ് ശ്രീഷ്മനെ സാറ് നോക്കാൻ ആളെ കണ്ടിട്ടില്ലായിരുന്നു. ആളവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാവരും അങ്ങോട്ട് നോക്കി ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഞാനും നോക്കിയപ്പോൾ ആൾ പർദ്ദയിട്ട് ഭയങ്കര ഓട്ടമായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് 2ാമത്തെ ശ്രീഷ്മ. പിന്നെ കുറച്ച് നേരം സാറിനായിട്ടൊക്കെ സംസാരിച്ചു കേട്ടോ. സാറിന് അവരെ മനസ്സിലായില്ല എന്നുള്ള കഥകളൊക്കെ നല്ല അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങൾ കുറേ ചിരിച്ചു. പിന്നെ അവരായിട്ട് നിന്ന് അവർ 3 ആളായിട്ട് നിന്ന് സാറ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ സാറിനിട്ട്. അത് കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ മിസ്സായത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഇത്രയും നേരം ഞങ്ങളെ കൂടെ നിന്ന് കള്ളന്മാർ